ബെർമുഡ ട്രയാങ്കിൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബെർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ആരും തന്നെയുണ്ടാകില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ 10ലധികം കപ്പലുകളും 15ഓളം വിമാനങ്ങളുമാണ് ഈ ഒരു പ്രദേശത്ത് വെച്ച് കാണാതെയായത്. നഷ്ടപ്പെട്ട വിമാനങ്ങളുടെയും കപ്പലുകളുടെയും അവശിഷ്ടങ്ങൾ ഇന്നേവരെ കണ്ടെത്താനായില്ല എന്നത് ഈ പ്രദേശത്തെ കൂടുതൽ ദുരൂഹമാക്കുന്നു. മിയാമി, പ്യൂർട്ടോറിക്കോ, ബെർമുഡ ഐലൻഡ് എന്നീ സ്ഥലങ്ങൾക്കിടയിലെ സമുദ്ര പ്രദേശമാണ് ബെർമുഡ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത്. ചെകുത്താന്റെ ട്രയാങ്കിൾ, കൊടുങ്കാറ്റിന്റെ ഇടനാഴി എന്നിങ്ങനെ മറ്റു ചില പേരുകളും ഈ ഒരു പ്രദേശത്തിനുണ്ട്. 1992-ൽ കൊളംബസ് ആദ്യമായി ഈ വഴി യാത്ര ചെയ്തപ്പോൾ ആകാശത്ത് അസാധാരണമായ പ്രകാശം കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് മുതൽ ഏകദേശം 1000ഓളം കപ്പലുകൾ ഈ പ്രദേശത്ത് കാണാതെയായിട്ടുണ്ട്. 1945 സെപ്റ്റംബറിൽ ഫ്ലൈറ്റ് 19 എന്ന അമേരിക്കൻ നേവിയുടെ 5 ബോംബർ വിമാനങ്ങൾ ഈ ഒരു പ്രദേശത്ത് നിന്നും അപ്രത്യക്ഷമായതാണ് ഏറ്റവും ശ്രദ്ധയാകർഷിച്ച തിരോധാനം. അവരെ അന്വേഷിച്ചു പോയ മറ്റ് തിരച്ചിൽ വിമാനങ്ങളും ഈ ഒരു പ്രദേശത്ത് നിന്നും അപ്രത്യക്ഷമായതോടെ വാർത്താ മാധ്യമങ്ങളിൽ ഈ ഒരു പ്രദേശം നിറഞ്ഞു. 1950കളിലെ ഏതോ അമേരിക്കൻ പ്രസിദ്ധീകരണമാണ് ഈ ഒരു പ്രദേശത്തെ ബെർമുഡ ട്രയാങ്കിൾ എന്ന് ആദ്യമായി വിളിച്ചത്. അവിടെ നിന്നിങ്ങോട്ട് ബെർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് പല തിയറികളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. കടലിലെ ഭീകരജീവികൾ, വലിയ ചുഴലികളും ചുഴലിക്കാറ്റുകളും, ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലെ വ്യതിയാനം, അങ്ങനെ പലതും. എന്നാൽ ഈ തിയറികൾക്കൊന്നും വേണ്ടത്ര തെളിവുകൾ ഒന്നും തന്നെയില്ല. വാസ്തവത്തിൽ ബെർമുഡ ട്രയാങ്കിളിന് മാത്രമായി ഇത്തരത്തിലുള്ള ഒരു രഹസ്യങ്ങളും ഇല്ലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും സമുദ്രത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കാറുണ്ട്. എന്നാൽ അവയൊന്നും തന്നെ ബെർമുഡ ട്രയാങ്കിളിന്റെ അത്ര വാർത്താ പ്രാധാന്യം നേടുന്നില്ല എന്നത് മാത്രമാണ് സത്യം. ശരാശരി 20ഓളം കപ്പലുകൾ ആഴക്കടലിൽ അപ്രത്യക്ഷമാകുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിഷയത്തിൽ പുസ്തകങ്ങൾ എഴുതിയ റിച്ചാർഡ് വൈനർ സൂചിപ്പിക്കുന്നത് നമുക്ക് ചന്ദ്രനെക്കുറിച്ച് അറിയാവുന്നതിന്റെ അല്പം പോലും സമുദ്രത്തെക്കുറിച്ച് അറിയില്ല എന്നതാണ്.